അകം ശൂന്യം. കല്യാണിക്ക് ബാധ കൂടിയതാണെന്ന് ഞാനും, ഭ്രാന്താശുപത്രി കൊണ്ടുപോകണമെന്ന് വിലാസിനി. സത്യം പറഞ്ഞ ആനന്ദ് കല്യാണിയെ പിടിച്ചുകൊണ്ട് പോയ ശേഷമാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ അവരവിടെ ഇട്ടെന്നെ കൊന്നേനെ. സത്യത്തിൽ അവര് വിഡ്ഢികളായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇത്രയും സംശയം നിലനിൽക്കുന്ന സമയത്ത് അവരാ ബാത്റൂം കൂടി തുറന്നു നോക്കേണ്ടതല്ലായിരുന്നു. തുറന്നു നോക്കുമെന്ന് തന്നെയാ ഞാൻ കരുതിയത്. മരണം ഞാൻ മുന്നിൽ കാണുകയായിരുന്നു. അവിടെ അങ്ങനെ ഒരു ബാത്റൂം ഉണ്ടെന്ന കാര്യം എന്തുകൊണ്ടോ ആരുടെയും കണ്ണിപ്പെട്ടില്ല. അല്ലെങ്കിൽ ആരും ഓർത്തില്ല. എല്ലാവരുടെയും ശ്രദ്ധ കല്യാണിയിലായിരുന്നല്ലോ. പ്രിയങ്ക, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അതെ ആന്റി, ഇത് അപകടം തന്നെയാ. കല്യാണിയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് വിലാസിനോട് ഒറ്റ വാശിയില്ല അവിടുന്ന് ഞങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ദിവസം എന്നെ സംശയിക്കാതെ ന്യായീകരിച്ച കല്യാണിയുടെ പുതിയ കണ്ടെത്തൽ എല്ലാവരുടെ മനസ്സിലേക്കും പടരുന്ന സംശയത്തിന്റെ തീപ്പൊരിയ. അതാളിക്കത്തുന്നതിന് മുൻപ് എന്തെങ്കിലും പോകുമ്പോഴേ നമ്മൾ കണ്ടെത്തണം. എന്ത് പോകുമ്പോഴാ ആന്റിയുടെ മനസ്സിലുള്ളത്? അഖിലയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. മാറ്റിയേ പറ്റൂ. ആന്റി, അതത്ര ചെറിയ കാര്യമല്ല. അതറിയാം. പക്ഷേ അഖില ആ വീട്ടിൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം സമയം ഞാനും കുറുപ്പും മരണത്തിനെതിരല്ല. ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ദൗത്യങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയിട്ടില്ല. കസിനെ വകവരുത്തിയെന്ന് ആശ്വസിക്കാം. പക്ഷേ അതൊരു വിജയമല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ. അത് ബുദ്ധിപൂർവം ചെയ്യേണ്ട കാര്യങ്ങൾ ആന്റി. ഒറ്റയടിക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അഖിലയെ ആ വീട്ടിൽ നിന്ന് മാറ്റുക എന്ന കടമ്പയാണ്. അതെ, തൃച്ചംബരത്ത് ആരുമില്ലാത്ത സമയത്തെ അത് ചെയ്യാൻ പറ്റൂ. ആരുമില്ലാത്ത സമയം ആ വീട്ടിലങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. തൃച്ചംബരത്തെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അഖിലയെ അവിടെ നിന്നും കാറിൽ കടത്തണം. അതിന് അഖിലയും ഉറങ്ങണം, അല്ലെങ്കിൽ ഉറക്കണം. അതിന് കുറുപ്പേട്ടന്റെ ഒരു പ്രധാന സഹായം വേണം. അഖിലയെ കടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസം രാത്രി അഖില ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ ഒരു ഫോട്ടോ മൊബൈലിൽ പകർത്തി എനിക്ക് അയച്ചു തരണം. ഓഹോ, എന്താ പ്രിയങ്ക നീ ഉദ്ദേശിക്കുന്നത്? ആന്റി കേട്ടിട്ടില്ലേ, ലക്ഷ്യത്തിലെത്തണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച ഈ പ്രകൃതി വരെ നമ്മളോടൊപ്പം ഉണ്ടാകും. ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും. കല്യാണി, മഴ പെയ്യാൻ പോവുക. നിനക്കിതെന്താ പറ്റിയേ? നീ എന്തൊക്കെ പറയണമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നീ ഇതെന്താ ആലോചിക്കുന്നത്? എന്താ നീ ഇന്നലത്തെ ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറിയില്ല? എന്താ നിനക്ക് പറ്റിയേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയിരിക്കുന്നതൊക്കെ മറ്റുള്ളവർക്കാ. നീ എന്താ കല്യാണി പറയുന്നേ? എന്റെ കഴുത്തി കെട്ടിയിരിക്കുന്ന ഈ താലി സത്യമാണെങ്കിൽ, വല്യുഞ്ഞിന് എന്നോടുള്ള പ്രണയം സത്യമാണെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ സത്യ വല്യുഞ്ഞ്. വല്യുഞ്ഞെങ്കിലും എന്റെ വാക്കുകൾ വിശ്വസിക്കണം.
കല്യാണി, ഞാനും അരവിന്ദും നന്ദനെയൊക്കെ എപ്പോഴൊക്കെയോ സംശയിച്ചപ്പോ നീ അതിനെ എതിർത്തവള. ആ നീ തന്നെ ഇങ്ങനെ. വല്യുഞ്ഞെന്താ പറഞ്ഞു വരണേ? എന്റെ മാനസിക നില തെറ്റിയെന്നാണോ? ഇതുവരെ ആരും അങ്ങനെ കരുതിയിട്ടില്ല. പക്ഷേ ഇനിയും നീ ഇങ്ങനെ തുടർന്നാൽ ചിലപ്പോ അങ്ങനെ കരുതേണ്ടി വരും. അതെ കല്യാണി, ദാസേട്ടന്റെ മരണം നിന്നിൽ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല എന്നെനിക്കറിയാം. എന്നുവെച്ച് നീ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള സമയം കഴിഞ്ഞു കല്യാണി. നീ വാ, നമുക്ക് പോവാം. വാ. വലിഞ്ഞു നിന്നെ. എനിക്കൊരു കാര്യം കൂടി അറിയണം. പറയൂ, നിനക്ക് എന്താ അറിയേണ്ടത്? ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ കേൾക്കാതെ എസ് ഐ വല്യുഞ്ഞിനോട് എന്താ പറഞ്ഞത്? എന്തു പറയാം? അത് ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ. എന്ത്? അത് മരിക്കുന്ന സമയത്ത് ദാസേട്ടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, എല്ലാരും കൂടി എന്നെ പൊട്ടിയാക്കാൻ നോക്കാം. അതല്ല എസ് ഐ വല്യുഞ്ഞിനോട് പറഞ്ഞത്. പിന്നെ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല വല്യുഞ്ഞൻ. നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞു എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കുക. എന്റെ അച്ഛൻ മദ്യപിക്കില്ല. മരണം വരെ എന്റെ അച്ഛൻ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. വല്യു ഞാനിയും കുഞ്ഞിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. തൽക്കാലം ഞാനിത് അറിയരുതെന്ന്. എന്റെ അച്ഛൻ മരിച്ചപ്പോ ആരവിടെ ഉണ്ടായിരുന്നത്? അത് കല്യാണി. അത് മാത്രം ഞാൻ കേട്ടില്ല. അപ്പോഴേക്കും വല്യുഞ്ഞിന് ഫോൺ വന്നു. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു വന്നപ്പോഴാ ആ കുറുപ്പേട്ടൻ ആഹാരമായിട്ട് പോകുന്നത് കണ്ടത്. അവിടെ ഞാൻ കണ്ട കാഴ്ച ആരും വിശ്വസിക്കുന്നില്ല. എന്റെ ചോദ്യങ്ങൾക്കൊന്നും ആരും ഉത്തരവും തരുന്നില്ല. കല്യാണി, നീ എന്തൊക്കെയായി പറയുന്നേ? നിന്നെ ആർക്കും ഒരു അവിശ്വാസവും ഇല്ല. എന്നാ പറ, എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? അപ്പൊ അവിടെ ആരാ ഉണ്ടായിരുന്നത്? പറ, എനിക്കത് അറിയണം. കല്യാണി, നീ എന്താ ഇങ്ങനെ? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? നീ വാ കല്യാണി. നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഇപ്പോഴല്ല, എനിക്ക് കുറച്ച് സമയം കൂടി വേണം. നീ കണ്ട കാഴ്ച സത്യമാണോ എന്ന് ഞാൻ തെളിയിക്കും. നീ വാ. ദാസേട്ടൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ച ദിവസം അമ്മ ദാസേട്ടനോടൊപ്പം ഉണ്ടായിരുന്നു. അമ്മ അന്ന് ദാസേട്ടനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. എന്താ അരവിന്ദ്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണല്ലോ. ഈ ആലോചനയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവും അരവിന്ദ്. കല്യാണി കള്ളം പറയില്ല എന്നൊരു വിശ്വാസം എന്നെ പോലെ അരവിന്ദിനും ഉണ്ട്. എന്നാ കല്യാണി പറയുന്നത് വിശ്വസിക്കാനും വയ്യ, അല്ലേ? ശരിയാ. കാഴ്ചയെ വിശ്വസിക്കണോ കേൾവിയെ വിശ്വസിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. രണ്ടും വിശ്വസിക്കണം അരവിന്ദ്. ആ മുറിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ കല്യാണി ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? എന്താ നന്ദനി പറയുന്നേ? എല്ലാരും മുന്നിൽ വെച്ചിട്ട് ഞാനല്ലേ മുറി തുറന്നത്? എന്നിട്ട് ആരെങ്കിലും കണ്ടോ? മുറി തുറന്നപ്പോ ആരെയും കണ്ടില്ല. പിന്നെന്താ നിനക്കൊരു സംശയമുള്ള പോലെ? ആരും സംശയിച്ചു പോകൂ അരവിന്ദ്. പറഞ്ഞു കേട്ടിടത്തോളം അത്ര
അത്രയ്ക്ക് യാഥാർത്ഥ്യത്തോടെയാ കല്യാണി ഇത് പറഞ്ഞത്. ഞാൻ കണ്ടു എന്ന് കല്യാണി ആവർത്തിച്ച് പറയുകയായിരുന്നല്ലോ. വെറുതെ കല്യാണി അങ്ങനെയൊക്കെ വിളിച്ചു പറയൂ? കല്യാണി ആരെയാണോ കണ്ടതെന്ന് എന്തിനാണോ കണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ കല്യാണിയുടെ വെറും തോന്നലായിരിക്കും. അതല്ല നന്ദനം, നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയത് മുതല് ആ മുറി പൂട്ടിക്കിടക്ക്. ആരും തുറക്കാറില്ലാത്ത ആ മുറിക്കകത്ത് ആരോ ഉണ്ടെന്നല്ലേ കല്യാണി വിളിച്ചു പറഞ്ഞത്? അതെ. പൂട്ടിയിരുന്ന മുറിക്കകത്ത് കല്യാണിക്ക് എങ്ങനെ ഒരാളെ കാണാൻ കഴിഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ കല്യാണി ചെന്നപ്പോ ആ മുറി പൂട്ടിയിട്ടില്ലായിരുന്നെങ്കിലോ? എന്താ അങ്ങനെ ചിന്തിച്ചൂടെ? എന്തൊക്കെ മണ്ടത്തരങ്ങളാ നന്ദനെ ഈ വിളിച്ചു പറയുന്നേ? എടി, ഞങ്ങളെല്ലാരും കണ്ടതല്ലേ, ആ മുറി പൂട്ടിക്കിടക്കായിരുന്നു. മാത്രമല്ല എത്ര കഷ്ടപ്പെട്ടിട്ടറിയോ ആ മുറി തുറന്നത്. എന്റെ ഉറച്ച വിശ്വാസം ഇനി കല്യാണിക്ക് എന്തെങ്കിലും ഒരു... ഓ, അത് ശരി. കല്യാണിക്കപ്പൊ മാനസികമായി കുഴപ്പമുണ്ടെന്നാണ് അരവിന്ദ് പറഞ്ഞു വരുന്നത്. അതല്ലടി, അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട് നന്ദന. ഓർക്കപ്പുറത്തായിരുന്നല്ലോ ദാസേട്ടന്റെ മരണം. അത് കല്യാണിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ദാസേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ കല്യാണിക്ക് സഹിക്കാനാവാത്ത സങ്കടങ്ങളും ഉണ്ടാവും. കാരണം അവസാന നാളുകൾ മനഃപൂർവ്വം അല്ലെങ്കിലും കല്യാണി ദാസേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഓർമ്മകൾ തികട്ടി വരുമ്പോ മനസ്സ് പിടിച്ചെടുത്ത് കിട്ടിയെന്ന് വരില്ല. എന്തൊക്കെയാ അരവിന്ദ് ഈ പറയുന്നത്? കല്യാണി ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്, ഔട്ട് ഹൗസിലല്ലോ. മാത്രമല്ല ആ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും മനോധൈര്യമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ദേ, ദാസേട്ടൻ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം കല്യാണി അംഗീകരിച്ചു കഴിഞ്ഞു. അത് തരണം ചെയ്യുകയും ചെയ്തു. ഇന്നലെ നടന്ന സംഭവം കല്യാണി ഭ്രാന്ത് പറഞ്ഞതാണെന്ന് എനിക്കൊന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതല്ല നന്ദനം, നമ്മുടെ പഴയ തൃച്ചംബരം പോലെ അല്ല ഈ വീട്. അവിടെ അസ്വസ്ഥതയും അസമാധാനമാണെങ്കിൽ ഇതിനുള്ളിൽ ഭീതിയാ. അതെ അരവിന്ദ്, സത്യമാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ മൂകത പോലും അട്ടഹസിക്കും പോലെ, സ്വന്തം നിഴൽ പോലും ആയുധമെടുക്കുന്ന പോലെ. ഇവിടുത്തെ ഇരുട്ട് ഭയാനകവാ. ഒറ്റ വാക്കി പറഞ്ഞ പ്രേതാലയം പോലൊരു നെഗറ്റീവ് എനർജിയാ. ദുരൂഹതയാണ് നിറയതിനകത്ത്. എന്റെ മനസ്സിന്റെ ആണോന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്റെ നന്ദനെ, ഇതൊക്കെ നിന്റെ സാഹിത്യ മനസ്സിൽ വന്ന ഭാവനകൾ മാത്രമാണ്. വല്ല പൂച്ചയിലോ ചാടിയതാണ് സംശയം ഉണ്ടാക്കിയതെങ്കിലേ യക്ഷിക്കഥകളും പ്രേതകഥകളും വായിച്ചു കൂട്ടിയതാണ് നിനക്ക് ഈ സംശയം ഉണ്ടാക്കുന്നത്. ഇനി അത് മാത്രമല്ല, കുറുപ്പേട്ടനാണ് ഇതിന്റെ കാരണക്കാരനൊന്നും കല്യാണി പറഞ്ഞു. എടി, ആ മനുഷ്യൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ നന്ദന, ദാസേട്ടനെ പോലെ ഒരു പാവ മനുഷ്യനാ കുറുപ്പേട്ടൻ. ആ കുറുപ്പേട്ടനെ വരെ കല്യാണി സംശയിച്ചത്. പാവം. എന്താ കൃഷ്ണേട്ടാ, എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. ആലോചിക്കാൻ എന്നും ഉണ്ടാവുമല്ലോ 100 കാര്യങ്ങൾ.
ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആയുസ് അറ്റുപോകുന്നാ തോന്നുന്നത്. ഇപ്പൊ എന്തു പറ്റി കൃഷ്ണേട്ടാ? ഞാൻ അടഞ്ഞെടുക്കുന്ന റൂം വരെ ഒന്ന് പോയി നോക്കി. കല്യാണി ആരെയോ കണ്ടെന്ന് പറഞ്ഞ റൂം. എന്നിട്ട് ഹലോ, 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 ആരാകത്ത്? ഹലോ, എന്തൊക്കെയോ ശബ്ദം കേട്ടു. ചിലപ്പോ എനിക്ക് വെറുതെ തോന്നിയതാവാം. ഏതായാലും കുറുപ്പേ, സർ, ആ മുറിയൊക്കെ തുറന്ന് വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റണം. ചെയ്യാം സർ. ഇന്ന് തന്നെ ചെയ്യണം. ആ ശരി സർ. നീ ക്ഷേത്രത്തിൽ പോയോ? അതെ കൃഷ്ണേട്ടാ, ഞാൻ കൃഷ്ണേട്ടൻ ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യമായിട്ട് തന്നെ പോയത്. കല്യാണി എന്തോ കണ്ട് പേടിച്ചത്രേ. അതാ ഇന്നലെ പിച്ചും പെയ്യും ഒക്കെ പറഞ്ഞത്. ദോഷം മാറാൻ ചരട് ജപിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു പഴയ അമ്പലോ കുറുപ്പ വഴി പറഞ്ഞു തന്നത്. നല്ല ഐശ്വര്യമുള്ള ക്ഷേത്രം. അവിടുത്തെ തിരുമേനി പ്രശ്നകാരി കൂടിയാണ്. ദാസേട്ടൻ കല്യാണിയോടൊപ്പം ഉണ്ടെന്നാണ് തിരുമേനി പറയുന്നത്. അതിന്റെ അവളിൽ കാണുന്ന ഈ മാറ്റമൊക്കെ അപകടമരണമായിരുന്നുവല്ലോ. കർമ്മങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ആ സ്ഥിതിക്ക് തിരുമേനി പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും. അതെ സാർ, മുതുകാട്ടുകര ക്ഷേത്രത്തിലെ തിരുമേനി ഗണിച്ചു പറഞ്ഞാൽ അത് അച്ചട്ട. കൃഷ്ണേട്ടൻ അകത്തേക്ക് വാ. എനിക്ക് എല്ലാവരുമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.